വലിയ സ്റ്റാർ വാല്യൂ ഒന്നും ഉള്ളവന്മാരല്ല. പക്ഷേ അവന്മാരുടെ കയ്യിൽ ഒരു ഐറ്റം. പെപ്സിയുടെ ശബ്ദം വേണ്ട, പകരം KGF ഗായകനെ കൊണ്ട് പാടിപ്പിച്ചു പുതിയ വെർഷൻ പുറത്തുവിട്ടു. സംഭവം എന്താണെന്ന് മനസ്സിലായില്ല? പുതിയ മൂവിയായ മാക്രോ, അതിനകത്തെ ഒരു സോങ് റിലീസ് ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഈ സോങ് ഡാപ്സിയാണ് പാടിയത്. അല്ല, രവി ബാസ്റൂർ ഒക്കെയാണ് ഇത് കമ്പോസ് ഒക്കെ ചെയ്തേക്കുന്നത്. കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കുളിർ കൊരുന്ന ഒരു ഐറ്റം ഉണ്ട്. പാടട്ടെ? പാട്. ഇയാളെന്ത് പണിയാണ് കാണിക്കുന്നത്? തന്നെ കൂടെ തോറ്റല്ലോ. ഐ ആൾസോ ഫെയിൽഡ് ഓഫ് യു. പാടുന്നു, നീ പാടുപെടും. ജന്മവാസന കൊണ്ടും കഷ്ടകാലം കൊണ്ടും ഞാൻ ഒരു കലാകാരനായി പോയി. പോയല്ലേ അപ്പുറത്തെല്ലാം പോയ ഓളിയിടി. തളരരുത് രാമൻകുട്ടി, തളരരുത്. ഇരിക്കുന്നൊരു പടം ഇപ്പൊ ഇങ്ങനൊരു സോങ് കൂടെ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് കട്ട നെഗറ്റീവ്. സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ ഒരു വോക്കല് ബേസിക്കലി എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല, ഉള്ള കാര്യം പറയാം. നന്നായിട്ടുണ്ട്. KGF മലയാളം വെർഷൻ പാടിയ ആളായിരുന്നെങ്കിൽ തീ ആയേനെ. ഫ്ലവർ അല്ലടാ, ഫയർ ആടാ. ഫയർ. പൂപ്പൽ പിടിച്ച കാസറ്റ് ഇട്ട് കേൾക്കുന്ന പോലെ തോന്നിയത് എനിക്ക് മാത്രമാണ്. അത്യാവശ്യം നല്ല ടീസർ ആൻഡ് പോസ്റ്റർ ഇറക്കി പ്രേക്ഷകരുടെ ഇടയിൽ മികച്ച ഹൈപ്പ് ഉണ്ടായിരുന്നു. മാർക്കോ പടത്തിന്റെ ഒറ്റപ്പാട്ട് കൊണ്ട് കോമഡി ആക്കി മാറ്റി. നിന്റെ അടുത്തല്ലേ മേല പാട്ട് പാടരുതെന്ന് ഞാൻ പറഞ്ഞത്. ഇനി തൊള്ള പറഞ്ഞ അണ്ണാക്കി പെയിന്റ് ഞാൻ കുറിക്കുള്ളിക്ക് പറഞ്ഞു. സന്തോഷ് വെങ്കി എന്ന് പറയുന്ന KGF-ലേക്ക് പാട്ട് പാടിയ ഫെയിം, ആ പുള്ളിയെ കൊണ്ട് പാടിപ്പിച്ച ഒരു വെർഷനും കൂടെ ഇവര് പുറത്തു വിട്ടിട്ടുണ്ട്. അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? അതുകൂടെ ഒന്ന് കേട്ടോ. ഇത് കൊള്ളാം. ആദ്യത്തെ ആ ഒരു പാട്ടിനേക്കാളും ഫാർ ബെറ്റർ ആണ് സെക്കൻഡ് വെർഷൻ. ഇത് കുറച്ചുകൂടെ കൊള്ളാം. ആളുകളുടെ ആ ഒരു അഭിപ്രായം മാനിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ഒരു വെർഷൻ, ഈ പറയുന്ന നല്ല പാട്ടായിരുന്നല്ലോ, സന്തോഷ് വെങ്കിന്റെ ആ ഒരു വെർഷൻ പുറത്തിറക്കാൻ കാണിച്ച മാർക്കോ ടീം, അത് കൊള്ളാം, നൈസാണ്. പാടുന്നത് ഈ ഡാപ്സി എന്ന് പറയാൻ അലറാൻ മിടുക്കലാണല്ലോ. പുള്ളിക്ക് അലറല് കാരണം ട്രോള് മേടിച്ചു കൂട്ടിയൊരു വ്യക്തിയാണ് ഡബ്സി എന്ന് പറയുന്നത്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അപ്പം ഈ സിനിമ, ഈ പാട്ടിനകത്ത് കുറെ അലറലുകളൊക്കെ ഉണ്ട്. അതൊക്കെ പുള്ളി പാടിയപ്പോഴത്തേക്ക് ഭയങ്കര അരോചകമായിട്ടായിരിക്കും ആൾക്കാർക്ക് തോന്നിയത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഞാൻ പോകുന്നു. ബൈ.